സ്വലാത്തിന്റെ മജ്ലിസുകൾ അധികരിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം, ദിക്ർ അധികരിപ്പിക്കണം. കസറത്തു ദിക്രില്ലാഹ്, ദിക്ർ അധികരിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ ഉസ്താദുമാര് ചൊല്ലിത്തരുന്ന ദിക്റാണത്. ജദ്ദിദു ഈമാനകും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈൽ ഫോണിന്റെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ, മൊബൈൽ ഫോണിന്റെ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ 2016 കഴിഞ്ഞു, 2017 ആകുമ്പോൾ വിൻഡോസ് എക്സ്പിയും 7ഉം 8ഉം 10ഉം വരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജദ്ദിദു, നിങ്ങൾ പുതുക്കണം, ഈമാനകും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പുതുക്കണം. ഫഇന്നൽ ഈമാന യുബ്ലാ കമാ യുബ്ലാ ഥൗബു, നമ്മുടെ വസ്ത്രങ്ങൾ തുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ നുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നത് പോലെ, ഒരുപാട് ദിവസങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ദ്വാരങ്ങൾ വരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിലും ദ്വാരങ്ങൾ വരുന്നുണ്ട്, അത് തുരുമ്പിച്ചു പോകുന്നുണ്ട്, അത് ജീർണിച്ചു പോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, മാ നഖൂലു യാ റസൂലല്ലാഹ്, നബിയേ ഈ ഹൃദയം ശുദ്ധീകരിക്കുവാനും ഇത് അപ്ഡേറ്റ് ചെയ്യുവാനും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല, മറ്റൊരു രക്ഷിതാവില്ല എന്ന അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഹൃദയം തുരുമ്പിക്കാതെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ഉപകരണമാണ് നമ്മൾ സംഘടിച്ചു ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തും സുബ്ഹാനല്ലാഹും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുക? ഒരാൾക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർ അതറാ നിനക്ക് തോന്നുന്നുണ്ടോ കസറത്തുൽ മാലി, നിന്റെ അഭിപ്രായം എന്താണ്? ആരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മുതലാളി? ആരാണ്? ഒരുപാട് സമ്പത്തുണ്ട് എന്നത് ഒരാൾ മുതലാളിയാണ് എന്നതിന്റെ ലക്ഷണമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അബൂദർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ മുന്തിയ വാഹനങ്ങളിൽ പോകുന്നവർ, വലിയ വലിയ അമ്പരചുംബികളായ വീടുകളിൽ താമസിക്കുന്നവർ, നോട്ടുകെട്ടുകൾ വലിച്ചെറിയുന്നവർ, അവർ മുതലാളിയാണ്, ഐശ്വര്യവാന്മാരാണ്, അവർ ധനികരാണ്. സമ്പത്തില്ലാതെ, വാഹനമില്ലാതെ, വീടില്ലാതെ അലഞ്ഞു തിരിയുന്നവർ ദരിദ്രരാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അതെ, ഞങ്ങളുടെ നാട്ടിൽ പൈസ ഇല്ലാത്തവൻ ദരിദ്രനാണ്. അല്ല, ഒന്നുമില്ല, ദരിദ്രൻ പൈസ ഇല്ലാത്തവനല്ല, ധനികൻ പൈസയുള്ളവനല്ല. ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ? न दौलत से न दुनिया से न घर आबाद करने से तसल्ली दिल को मिलती है खुदा को याद करने से. ആർക്കാണ് വിജയം ലഭിക്കുന്നത്? മനസ്സിന് സമാധാനമില്ലാത്തവന് എന്ത് വിജയമാണ്? ഒരുപാട് സമ്പത്തുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ല, അത് വിജയമാണോ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പക്ഷേ കുടുംബത്തിൽ നിന്നും പിണക്കമാണ്. എന്ത് സുഖം? പൈസ ഉണ്ട്, സുഖമില്ല. സുഖം ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പോയി 1000ന്റെ നോട്ടുകെട്ടുകൾ എണ്ണിക്കൊടുത്താൽ വാങ്ങിക്കാൻ അത് ലഭിക്കില്ല. അപ്പൊ എവിടെ വിജയമുണ്ട്? സമാധാനം എവിടെയുണ്ടോ അവിടെ വിജയം. എങ്ങനെയാണ് സമാധാനം ലഭിക്കുക?
സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് സന്തോഷം ലഭിക്കില്ല. മനോഹരമായ 10,000-കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വലിപ്പമുള്ള അമ്പരച്ചുംബിയായ വീടുകൾ നിർമ്മിക്കുന്നതിലും സമാധാനമില്ല. പിന്നെ എവിടെയാണ് സമാധാനം? എപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത്? അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത്. ആ സമാധാനം എവിടെയുണ്ടോ അവിടെയാണ് വിജയമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം വേണം. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹുവേ നീ സമാധാനമാണ്, അല്ലാഹുവേ നീ ശാന്തിയാണ്. മിൻകസ്സലാം സമാധാനത്തിന്റെ സന്ദേശം വരുന്നത് നിന്റെ പക്കൽ നിന്നാണ് റബ്ബേ. വഇലൈക യർജിഉസ്സലാം സമാധാനം മടങ്ങുന്നതും നിന്നിലേക്കാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അതുകൊണ്ട് സമാധാനത്തിന്റെ ലോകമായ സ്വർഗ്ഗമെന്ന ലോകത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോവണേ എന്ന അല്ലാഹുവിനോടുള്ള ചോദ്യമാണത്. സമാധാനമുള്ളിടത്ത് വിജയമുണ്ട്. വിജയം വേണോ അവിടെ സമാധാനം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ വിജയം ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നതും. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അല്ലാഹുവിനെ മാത്രം അനുസരിക്കാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാൻ പറഞ്ഞു. അല്ലേ? എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ എന്നെ അനുസരിക്കണേ, എന്റെ റസൂലിനെ അനുസരിക്കണേ. നബിയേ താങ്കൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയേ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വേണം. മതിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടന്നു മതിയോ? പോരാ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം, എന്നെ പിൻപറ്റണം. എന്നെ പിൻപറ്റാതെ അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. എപ്പോഴാണ് അല്ലാഹുവിനെ അംഗീകരിക്കുന്നത്? എപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? എപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നത്? അപ്പോഴാണ് ജീവിതത്തിലേക്ക് സമാധാനം വരുന്നത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് പിന്നെ ഇതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എവിടെ അറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എവിടെ? പള്ളിയിലോ? എപ്പോഴാ കേൾക്കുന്നത്? പള്ളിയില്.
മാഷാ അല്ലാഹ് ജുമഅയൊക്കെ കേൾക്കാറുണ്ട്. ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മാലാഖമാരും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ ചെല്ലുന്നുണ്ട്, എന്റെ മലക്കുകളും ചെല്ലുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല്? അങ്ങനെ ഒരു ചോദ്യമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് പറയാ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളൊക്കെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നിർത്താം. പക്ഷെ സ്വലാത്തിന് അത്ര പറഞ്ഞിട്ട് പോരാ, അഘോരം അത്ര പോരാ. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്തേ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത നന്മകൾ മാത്രം ചെയ്യുന്ന അള്ളാഹുവിന്റെ മലായികകൾ, അവർക്ക് വേണമെങ്കിൽ ചെല്ലാതിരിക്കാം. പക്ഷേ അവരും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആരുടെ പേരിൽ? നബിയുടെ പേരിൽ. പിന്നെ പാപികളായ എന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? സ്വലാത്ത് ചെല്ലും നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു തവണ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്, അത് വാജിബാണ്. എന്തേ? ഈ ആയത്തിന്റെ മാനദണ്ഡം അതാണ്. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലായികകളും അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുമ്പോൾ, സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ. നിങ്ങൾക്കറിയുമോ, മയ്യിത്ത് നിസ്കാരം അതൊരു ഫർള് കിഫയാണ്. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, അല്ലേ? എല്ലാവരും നിസ്കരിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു പോയാല് ഒരാള് നിസ്കരിച്ചാല് നാട്ടുകാരുടെ ദൗത്യം തീർന്നു. എന്നാ പിന്നെ ഇനി മുതൽ മയ്യിത്ത് നിസ്കാരത്തിലൊന്നും പങ്കെടുക്കേണ്ടതില്ലല്ലോ, ഒരാൾ നിസ്കരിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് നടന്നാല് ഇൻഷാ അല്ലാഹ് നമ്മളും നാളെ മരിക്കും, ഒരാളുണ്ടാവും നിസ്കരിക്കാൻ, അല്ലേ? അത് ആലോചിക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം ഫർള് കിഫയാണ്. ആ മയ്യിത്ത് നിസ്കാരത്തിൽ എന്തൊക്കെ കട്ട് ചെയ്തു? എത്ര സുജൂദുണ്ട് മയ്യിത്ത് നിസ്കാരത്തില്? 3 എത്രയുണ്ട്? ഒന്നല്ലേ? ഒന്നുമില്ല. ഒരു സുജൂദുമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അള്ളാഹു അടിമകൾ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് അവൻ സുജൂദിലിരിക്കുമ്പോഴാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു, അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായി ഒരു അടിമ അടുക്കുന്നത് വഹുവ സാജിദുൻ, അയാൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അടിമയോട് ഏറ്റവും ഇഷ്ടമുള്ള സമയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സുജൂദ് ചെയ്യലാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുജൂദ് നിസ്കാരത്തിൽ നിന്ന് അള്ളാഹു മുറിച്ചു കളഞ്ഞു. റുകൂഉ ചെയ്യലും അള്ളാഹുവിന് ഇഷ്ടമാണ്. റുകൂഉം മാറ്റി, ഇഅ്തിദാലും മാറ്റി, തഹിയ്യാത്തും മാറ്റി, എല്ലാം മാറ്റി. പക്ഷേ ഒരു കാര്യം മാത്രം മാറ്റിവെച്ചില്ല, അത് സ്വലാത്താണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അള്ളാഹു മാറ്റിവെച്ചില്ല മയ്യിത്ത് നിസ്കാരത്തിൽ, അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അങ്ങനെയുള്ള സുജൂദ് എല്ലാം മാറ്റിവെച്ചു. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി രണ്ടാമത്തെ തക്ബീറിന് ശേഷം റുകൂഉം സുജൂദും ഇഅ്തിദാലും നിസ്കാരത്തിന്റെ പവിത്രമായ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയപ്പോഴും അല്ലാഹു സ്വലാത്ത് റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. സ്വലാത്ത് അല്ലാഹു അവിടെ നിലനിർത്തി. മൂന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുല
ലഹു ദുആ ചെയ്യാൻ തുടങ്ങി. നാലാമത്തേതിലും ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദ. എല്ലാരും നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്നതിൽ ഒന്നാമത്തെ തക്ബീറിൽ എന്താണ് അല്ലാഹു അഅലം, രണ്ടാമത്തേതിൽ അറിയില്ല, മൂന്നാമത്തേതിൽ അറിയില്ല. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോവാണ്. സത്യത്തിൽ അതന്നല്ലേ അവസ്ഥ അല്ലേ? ഇമാം കൈകെട്ടുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കും, വീണ്ടും അല്ലാഹു അക്ബർ, പിന്നെ വീണ്ടും അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, കഴിഞ്ഞു നിസ്കാരം. ഒന്നാമത്തേതിൽ ഫാത്തിഹ, രണ്ടാമത്തേതിൽ സലാത്ത്, മൂന്നാമത്തേതിൽ ആ ദുആ നിന്റെ ദുആയാണ്. അതറിയാത്തവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ മയ്യിത്ത് നിസ്കാരത്തിൽ വരെ അല്ലാഹു എല്ലാം ഒഴിവാക്കിയപ്പോൾ സ്വലാത്തിനെ അവിടെ നിർത്തി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാധാന്യം അറിയിക്കാനാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ വിജയം ലഭിക്കുക എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഒരു സ്വഹാബി ചോദിച്ചു, കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്റെ സ്വലാത്തിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു കാൽഭാഗം അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ. ജീവിതത്തിന്റെ കാൽഭാഗം, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ കാൽഭാഗം. ഒരു ദിവസത്തിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാകുമ്പോ അതിനെ ഡിവൈഡ് ബൈ 3, 3 കൊണ്ട് ഹരിച്ച എത്ര ആവുക? 8 അല്ലെ? 8, 16, 24 അല്ലേ? സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് കണക്കറിയുന്ന ആരാ? എല്ലാരും ബാക്ക് സ്കൂളിൽ കണക്കിലാണല്ലേ, SSLCയിലൊക്കെ പോവുക കണക്കിലായിരിക്കും. അപ്പോ 8 മണിക്കൂർ ഞാൻ സലാത്തിന് വേണ്ടി അങ്ങേക്ക് മാറ്റി വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ ദിവസത്തിന്റെ 8 മണിക്കൂറാണ്, കാൽഭാഗമാണ് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കതാണ് ഉത്തമം. നിന്റെ കാൽഭാഗത്തെക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാണ് നിനക്ക് ഉത്തമമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് പകുതി ഭാഗമാണ് നീ സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനേക്കാളും കൂടുതൽ നീ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്, ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദുനൂബുക വതുഗ്ഫറു ദംബുക. നിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ ഫ്രീ എത്ര പിന്നെ ആൽക്കഹോൾ ഫ്രീ സ്പ്രേകളുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ജ്യൂസുകളുണ്ട്, അതേപോലെ ടെൻഷൻ ഫ്രീ ലൈഫ്, ദുഃഖമില്ലാത്ത ജീവിതം, വിഷമമില്ലാത്ത ജീവിതം, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്കത് മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിത വിജയം എങ്ങനെ ലഭിക്കും? തുഖ്ഫാ ഹമ്മുക, നിന്റെ വിഷമം നിനക്കില്ലാതെയാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു. ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം, ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ ജീവിതത്തിൽ
സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമാകെ സന്തോഷിച്ചിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പ്രസന്നമായിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി. നമ്മള് സന്തോഷം ഉണ്ടാകും പെട്ടെന്ന് തിരിച്ചറിയൂലേ? ഒരാളുടെ ദുഃഖമുണ്ടെങ്കിലും തിരിച്ചറിയും, ടെൻഷൻ ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് നേരെ നമ്മൾ മുഖം നോക്കും, പറയും എന്താണ് ആകെ മൂഡ് ഓഫ് ആണല്ലോ, എന്താ കുഴപ്പം? നല്ല ഹാപ്പി ആണല്ലോ, എന്തെങ്കിലും ഗോൾ അടിച്ചോ ചോദിക്കൂല നമ്മള്? എന്നാ ഒരാളുടെ കൈ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ കവിളുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ കവിൾത്തടങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ റഅയ്തു അത്യബു നഫ്സൻ വലാ അദ്ഹറു ബശറാ, മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അദ്ഹറു ബശറാ. നബിയേ, അങ്ങയെ ഇന്നത്തെ ദിവസത്തെക്കാൾ പ്രസന്നവദനനായി, സുസ്മേരവദനനായി, പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിളക്കമാർന്ന മുഖം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടതുപോലെ വേറൊരു ദിവസത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമാലി, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? വമാലി ലാ തത്വീബു നഫ്സി, എന്റെ ശരീരത്തിന് എങ്ങനെ സമാധാനം ലഭിക്കാതിരിക്കും? എന്റെ ശരീരത്തിന് എങ്ങനെ ശാന്തി ലഭിക്കാതിരിക്കും? സന്തോഷം ലഭിക്കാതിരിക്കും? വയൽഹറു ബശരീ, എന്റെ തൊലി എങ്ങനെ പ്രകാശിക്കാതിരിക്കും? വഇന്നമാ ഫാറഖനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടിട്ടുള്ളൂ. നമ്മളെ കല്യാണം കഴിക്കാൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പെൺകുട്ടിയുടെ കല്യാണമാണ്, പടച്ചോനെ എന്താ ചെയ്യാ, ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ തലച്ചോഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ വീട്ടിൽ വന്നിട്ട് ഒരു 5 ലക്ഷം നൽകി പോകുന്നത്. അയാൾ പോകുമ്പോഴാണ് വേറൊരാളൊന്നും വല്ലാത്ത ഹാപ്പിയാണല്ലോ, എന്താണ് എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നാലൊന്നൊരാൾ 5 ലക്ഷം തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. അതിന്റെ എഫക്റ്റ് ആണ് എന്റെ മുഖത്ത് കാണുന്നത്. ഇതേപോലെ നബി തങ്ങൾ പറയാം, എങ്ങനെ ഞാൻ സന്തോഷിക്കാതെ? ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ടേയുള്ളൂ. എന്താണ് വിഷയം? فقال يا محمد صلى الله عليه وسلم من صلى عليك من أمتك صلاة كتب الله له بها 10 حسنات. അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു എഴുതി വെക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടേയുള്ളൂ. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുവീൻ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും 10 നന്മകളാണ് ഇവിടെ എഴുതി വെച്ചത്. നന്മയുടെ ഏടിൽ 10 നന്മകളാണ് അല്ലാഹു എഴുതി വെച്ചത്. ഒരു സ്വലാത്തിന് 10 നന്മ. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, വമഹാ അൻഹു 10 സയ്യിആത്ത്. ഒരു സ്വലാത്തിന് ഈ തിന്മയുടെ ഏടുകളിൽ നിന്ന് അല്ലാഹു 10 തിന്മയെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയില്ലേ ഇപ്പോ, ആ ഒരു സ്വലാത്തിന് 10 നന്മ ഇവിടെ എഴുതി വെച്ചു, 10 തിന്മ ഇവിടെ നിന്നും വെട്ടിച്ചുരുക്കി. നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി വെക്കുക. അപ്പോഴാണ് രണ്ടും ഈക്വലായി കിടക്കുന്നത്. 100 നന്മയും 100 തിന്മയും ഇങ്ങനെ ഈക്വലായി, രണ്ടും ഇങ്ങനെ അങ്ങോട്ടും താഴുന്നില്ല, ഇറങ്ങുന്നില്ല, കയറുന്നില്ല, ആ ഒരു രീതിയിൽ സമമായി ഇരിക്കുക. അപ്പോഴാണ് ഒരു സ്വലാത്ത് ചൊല്ലിയത് ഒരാൾ, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് ചൊല്ലുമ്പോ ചെറിയ ഒരു താഴ്ചയല്ല വരിക. എന്തേ? 100 ഹസനത്തുള്ള ഒരാളുടെ ഏടിൽ 110 ഹസനത്തായി. 10 കിലോഗ്രാം ഇവിടെ വർദ്ധിച്ചു. അതേപോലെ ഇവിടുന്ന് 10 തിന്മകൾ മായ്ച്ചു ഡിലീറ്റ് ചെയ്തു. എന്തായി? ഇവിടെ 90, മറ്റിടത്ത് 110 ആയി. 20 ഡിഫറന്റ് വന്നു. ഒരു ഡിഫറന്റ് ഇല്ലാത്ത സ്ഥലത്ത് 20 ഡിഫറന്റ് വന്നു. ഇവിടെ 90 ആയി, ഇവിടെ 110 ആയി.
അത് മാത്രമല്ല വീണ്ടും ഇവിടെ കൂടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു 10 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത് അവന് 10 സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിച്ചു കൊടുക്കും. വീണ്ടും കൂടി ഇവിടെ 10 സ്ഥാനങ്ങൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്നാലിന്നൊരു പൊസിഷൻ, ഇന്നാലിന്നൊരു സ്ഥാനമാണ് നൽകാൻ ഉദ്ദേശിച്ചതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയത് കാരണം അത് 10 മടങ്ങായി അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ടേ ഉള്ളൂ. അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന് ഇത്ര മഹത്വം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തിന്മ അങ്ങോട്ട് മായ്ച്ചു കളയാ, 10 നന്മ ഇവിടെ വർദ്ധിക്കുക, 10 ദറജ സ്ഥാനം, 10 ദറജ 10 സ്ഥാനങ്ങൾ വർദ്ധിക്കുക. അത് മാത്രമാണോ? അല്ല. അതേപോലെ അവനോട് മലക്ക് പറയും നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. മലക്കിന്റെ ദുആവും കിട്ടി ഒരു സലാത്തിന്, അതോടൊപ്പം മലക്കിന്റെ ഒരു ദുആവും കിട്ടി. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ വമാദാക്കൽ മലക്, ആരാണ് ആ മലക്ക്? ഒരു മലക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്ക് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. നിനക്കും ഖൈറുണ്ടാവട്ടെ, നിനക്കും ഗുണമുണ്ടാവട്ടെ എന്നൊരു മലക്ക് ദുആ ചെയ്യുമെന്നാണ്. ഞാൻ ചോദിച്ചു, വമാദാക്കൽ മലക്, ആ മലക്കാരാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല വക്കല മലക്കൻ, ഒരു മലക്കിനെ പ്രത്യേകം ഏൽപ്പിക്കും, മില്ലദുൻ ഖൽഖിക ഇലാ അയ്യുബഅസക, താങ്കളുടെ പുനർജന്മം നടക്കുന്നത് വരെ. അന്ത്യനാൾ നടന്നു, സൂറന്ന കാലത്തിൽ 1-ാമത്തെ ഊത്ത് കഴിഞ്ഞു. 2-ാമത്തെ ഊത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബാണ് ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത്. ആ സമയം വരെ ഒരു സ്വലാത്ത് ചൊല്ലിയവന് ദുആ ചെയ്യാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. ഇത് ആരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മെ പോലെ സർവറാന്ന് സംസാരിച്ച് സമയം കളയുന്നവരല്ല. അവർ സംസാരിച്ചാൽ അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സ്വേഷ്ടപ്രകാരം സ്വന്തമായിട്ടൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യാനും കൽപ്പിക്കുവാനും പറയാനും പറഞ്ഞ വിഷയങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത്, ഹബീബ് പറയുന്നത്, ഹബീബ് കൽപ്പിക്കുന്നത്. ആ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത്, സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. കുറെ സമയമായി തോന്നുന്നിരിക്കുന്നത്, മഗ്രിബിനൊക്കെ വന്ന ആളുണ്ട്, ഒന്ന് എണീറ്റ് നിന്നിട്ട് കൈയൊക്കെ കുടഞ്ഞ് നൊട്ടക്കൊടയിട്ട്, അല്ലെ നൊട്ട് നിങ്ങൾ പറയല് നാട്ടിൽ എന്താ പറയുന്നത്, പൊട്ടിക്കുന്നത്? നിങ്ങൾക്ക് എത്ര സമയം വരെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അത് ആദ്യം പറഞ്ഞേക്ക്. നിങ്ങൾ സിയാദക്കാർക്ക് കുറച്ച് സമയം ഉണ്ട്, കാരണം ഇപ്പൊ വന്നതാണ്, ഇവര് നേരത്തെ വന്നിട്ടുണ്ട്. എത്ര പോകാൻ പറ്റും നിങ്ങൾക്ക്? അതാണ് ആവേശക്കാൻ പറ്റും. നിങ്ങൾ പറയും 2 മണി വരെ വേദം പറഞ്ഞൊക്കെ പറയും, അതൊരു ആവശ്യമാണ്. പിന്നെ ഇപ്പൊ ഉസ്താദ് ഇന്ന് കഴിഞ്ഞില്ല, നമുക്ക് നാളെ പറയാന്ന് പറഞ്ഞാൽ ഉസ്താദിനൊരു വിഷമല്ലേ? അങ്ങനെയാണ്, അതെനിക്കറിയാം. സന്ദർഭവും സാഹചര്യം നോക്കാതെ വേദം പറയാൻ എനിക്ക് ഇഷ്ടേ അല്ല. കാരണം ഇവര് മഗ്രിബിന് വന്ന ആളാണ്, നിങ്ങളെ പീഡിപ്പിക്കലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിർബന്ധിതനായിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാനൊരു, നിങ്ങൾ ഏതായാലും ഒരു 11 മണിക്ക് വരാൻ പറയും, പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പ്രശ്നമില്ല, നമ്മൾ ചെയ്യുന്നത് അപ്പുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾ നമ്മൾ കുറച്ചൊക്കെ പരിഗണിക്കണ്ടേ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ പ്രഭാഷണം നടത്താറില്ലെന്ന്. 20 മിനിറ്റ്. പിന്നെ ചില ദിവസങ്ങളിൽ നിരന്തരമായി സുബഹി മുതൽ രാത്രി വരെ പ്രഭാഷണം നടത്തിയ ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു ദിവസമാക്കി ഇത് മാറ്റിയാലാവോ? നാളെ സുബഹി വരെ വേറെ പറഞ്ഞാലാവോ?
ഓടിച്ചൂടൂല നിങ്ങള്? അതെ, കാസർഗോഡ് നിന്ന് ഇവിടെ വന്നിട്ട് അല്ലേ? ഏതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സദസ്സാണിത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് സ്വലാത്തിന്റെ മഹത്വങ്ങൾ. ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നമ്മുടെ ഒരു പാപം 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളൊക്കെ എങ്ങനെ നരകത്തിൽ പോവാ? നരകത്തിൽ പോവാ നമ്മളൊക്കെ എങ്ങനെയാ നരകത്തിൽ പോവാ? ഒരാളൊരു നന്മ ചെയ്താൽ 10 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്നാണ് അല്ലെ? ഒരു നന്മയ്ക്ക് എത്രയാ പ്രതിഫലം? 10 പ്രതിഫലമാണ്. ഒരു തെറ്റ് ചെയ്താൽ എത്രയാ കുറ്റം? എത്രയാണ്? ഒരൊറ്റൊരു കുറ്റമാണ്. ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റമാണ്, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്. അപ്പൊ ഒരാള് 100 നന്മ ചെയ്താൽ അയാളുടെ ഏടിൽ 1000 നന്മയുണ്ട്. 100 തെറ്റ് ചെയ്താൽ 100 തെറ്റേ അവിടെയുള്ളൂ. നാളെ നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോ ആരുടെ നന്മയുടെ തുലാസിനാണ് ഭാരമുള്ളത് അവൻ സ്വർഗത്തിലാണ്, തിന്മയുടെ തുലാസിന് ഭാരമുള്ളത് അവൻ നരകത്തിലാണ്. അപ്പൊ നമ്മുടെ തിന്മയുടെ തുലാസിന് എപ്പോഴാ ഭാരമുണ്ടാവുക? 10 നന്മ ചെയ്താൽ 100 നന്മ ചെയ്തതിന്റെ പ്രതിഫലം. അപ്പൊ 101 തെറ്റ് ചെയ്താലേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു 10 നന്മ നമ്മൾ ചെയ്യുമ്പോ 100 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്ന് സ്വഹീഹായ ഹദീസാണ്. ഒരു നന്മക്ക് 10 × 10 100. 10 നന്മ ചെയ്താൽ 100 ഹസനത്ത്. എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ 101 തെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ 100 നന്മകളെക്കാൾ കൂടുതലും തെറ്റാണ് ചെയ്യുന്നത്. കാരണം കണ്ണ് അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ കണ്ണുകൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ ചെവികൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ നാവുകൾ, നമ്മുടെ കൈകാലുകൾ, ഇതൊക്കെ ദൈനംദിനം ആയിരക്കണക്കിന് 10,000കണക്കിന് തിന്മകൾ രേഖപ്പെടുത്താൻ കാരണമാവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ? ഒരു ദിവസം ഒരു 100 സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയാൽ 1000 തിന്മകൾ നമ്മുടെ ഏടിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയും. 1000 തിന്മകൾ അല്ലാഹു നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ, ഇന്നത്തെ ഒരു വാലിൽ നമ്മൾക്ക് ഉപകരിക്കേണ്ട ഒരു വിഷയം ഇതാണ്. നാളെ മുതൽ, ഇന്ന് മുതൽ തന്നെ ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന ആളുകൾ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. വെറുതെ ആവേശത്തിലൊന്നും കൈപൊക്കല്ലേ. ഇനിയിപ്പോ നാളെ പഠിച്ചോനെ ഞാൻ മറന്നുപോയല്ലോ, മറ്റന്നാള് മറന്നുപോയല്ലോ, വേണ്ടെങ്കിൽ 100 ചെല്ലണ്ട. ഒരു 10 ചെല്ലാൻ പറ്റുമെങ്കിൽ 10 ചെല്ലാൻ പറ്റൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10 സ്വലാത്ത് മിനിമം, 100 കഴിയുന്ന ആളുകൾ 100 ചെല്ല. മിനിമം ഒരു 10 സ്വലാത്ത് ചെല്ലാതെ നമ്മുടെ ഒരു പകലോ നമ്മുടെ ഒരു രാത്രിയോ നമ്മളിൽ നിന്ന് വിട പറയാൻ പാടില്ല. ഒരു പ്രതിജ്ഞ എടുക്കുക. ഞാനടക്കം നിങ്ങൾ എല്ലാവരും എടുക്കുക. സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 10 സ്വലാത്ത് എന്റെ ഹബീബിന്റെ പേരിൽ. ആരാണ് ആ ഹബീബ്? മഗ്രിബിന്റെയും സുബഹിയുടെയും പേരിൽ, ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത്. 10 സ്വലാത്തില്ലാത്തൊരു ദിനരാത്രങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു പോവില്ല എന്നൊരു പ്രതിജ്ഞ എടുത്ത് ഇൻഷാ അല്ലാഹ് 10 സ്വലാത്ത് ചെല്ലാൻ ഒരു അരമണിക്കൂർ മതി അല്ലേ? അരമണിക്കൂർ പോരെ 10 സ്വലാത്തല്ല? അരമണിക്കൂർ വേണോ? 1 മിനിറ്റ് പോരെ? 1 മിനിറ്റ് മതി 10 സ്വലാത്ത്. അരമണിക്കൂറൊന്നും വേണ്ട, നിങ്ങളാകെ വിഷമത്തിലാവണ്ട. 1 മിനിറ്റ് എന്റെ ഹബീബിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കുന്നു, നമ്മളൊക്കെ എന്തിന് ജീവിക്കുന്നു അല്ലേ? ചിന്തിക്കുമ്പോ കാര്യം വളരെ ഗൗരവമാണ്. 24 മണിക്കൂറിൽ 2 മിനിറ്റ് എന്റെ ഹബീബിന് വേണ്ടി എനിക്ക് മാറ്റിവെക്കണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. മിനിമം ഒരു 23 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും രാവിലെ 10, സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 10, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു 10 എന്ന രീതി നമ്മൾ ചെല്ലിയാൽ നമ്മൾക്ക് 23 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് മരണം വരെ ചെല്ലാൻ നമ്മൾക്ക് പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചെല്ലുന്ന ആളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് അതിനുള്ള അവസരം, അല്ലാഹു നമ്മൾക്ക് അതിനുള്ള
സൗഭാഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.